71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രം ഏത്? ഡെവിൾ ധൂമക്കേതു. ഏത് മത്സ്യത്തിന്റെ വിത്തുൽപാദന സാങ്കേതിക വിദ്യയാണ് അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർ വികസിപ്പിച്ചത്? ഗോൾഡൻ ട്രെവാലി. 1 കോടി വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുവാനുള്ള പദ്ധതിയുടെ പേര്? PM സൂര്യഭവൻ. അടുത്ത പകർച്ചവ്യാധിയുടെ ഉദ്ഭവ കേന്ദ്രമായേക്കാം എന്ന് കരുതപ്പെടുന്ന കെനിയയിലെ ഗുഹ ഏത്? കിതും ഗുഹ. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ പുതിയ റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷത്തെ ദുരന്ത മേഖലകളിൽ ലോകത്ത് 1ാമതായ മേഖല? ഏഷ്യ. എത്ര പ്രകൃതി ദുരന്ത സംഭവങ്ങൾക്കാണ് 2023 ഏഷ്യ സാക്ഷിയായത്? 79. 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് അർഹനായ മികച്ച പുരുഷ താരമാര്? നൊവാക് ജോക്കോവിച്ച്, ടെന്നീസ് താരം. നൊവാക് ജോക്കോവിച്ച് ഏത് രാജ്യക്കാരനാണ്? സെർബിയ. 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് അർഹയായ മികച്ച വനിതാ താരമാര്? ഐറ്റാന ബോൺമറ്റി, സ്പെയിൻ. ഐറ്റാന ബോൺമറ്റിയുടെ കായിക ഇനമേത്? ഫുട്ബോൾ. 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിൽ മികച്ച ടീമായി തെരഞ്ഞെടുക്കപ്പെട്ടത്? സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീം. 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിലെ കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? സിമോണെ ബെൽസ്, ജിംനാസ്റ്റിക്സ് USA. 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിലെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? ജൂഡ് ബെല്ലിംഗാം, ഫുട്ബോൾ UK. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൂറത്ത് മണ്ഡലത്തിൽ നിന്നും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാര്? മുകേഷ് ദലാൽ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 റിപ്പോർട്ട് അനുസരിച്ച് ആഗോള സൈനിക ചെലവ് ഏറ്റവും കൂടുതലുള്ള രാജ്യമേത്? അമേരിക്ക. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? 4ാം സ്ഥാനം. ആൻഡമാൻ നിക്കോബാറിൽ നിന്നും ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദിവാസി വിഭാഗമേത്? ഷോംപെൻ. 2024 ഏപ്രിലിൽ സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഉപയോഗിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? കേരളം. നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള കോൾ സെന്റർ? തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം. ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദിയായ സ്ഥലം? ദുബായ്. കേരളത്തിലെ ബേപ്പൂർ തുറമുഖത്തിന് ISDS കോഡ് ലഭിച്ചതിന് ശേഷം ബേപ്പൂരിൽ ആദ്യമായി എത്തിയ വിദേശ വിനോദയാത്ര കപ്പലേത്? ലോഹൻകാം. ലോക മലേറിയ ദിനമായി ആചരിക്കപ്പെടുന്നതെന്ന്? ഏപ്രിൽ 25. 2024 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? തുല്യതയാർന്ന ലോകത്തിനായി മലേറിയക്കെതിരെയുള്ള പോരാട്ടം ത്വരിതപ്പെടുത്തുക. 2024 ലോക പ്രതിരോധ കുത്തിവയ്പ് വാരമായി ആചരിച്ചത് എന്നു മുതൽ എന്നുവരെയാണ്? ഏപ്രിൽ 24 മുതൽ 30 വരെ. 2024 ലോക പ്രതിരോധ കുത്തിവയ്പ് വാരത്തിന്റെ പ്രമേയമെന്ത്? മാനുഷികമായി സാധ്യമാണ് പ്രതിരോധ കുത്തിവയ്പിലൂടെ ജീവൻ രക്ഷിക്കുക. 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത സൈക്കോ അനലിസ്റ്റും സാമൂഹിക നിരീക്ഷകനുമായ വ്യക്തിയും? സുധീർ കക്കർ. ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? സുധീർ കക്കർ.
2024 ഏപ്രിലിൽ ക്യാൻസർ കോശങ്ങൾക്കെതിരായ ആന്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാവുന്ന സിന്തറ്റിക് ആന്റിജൻ വികസിപ്പിച്ച സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം സ്വന്തമാക്കിയ 13 വയസ്സുകാരനായ മലയാളിയാര്? ശ്രേയസ് ഗിരീഷ്. നാസയുമായി സഹകരിച്ച് നടത്തിയ ഓൺലൈൻ ക്യാമ്പയിനിലൂടെ കണ്ടെത്തിയ 800 ചിഹ്നഗ്രഹങ്ങളിൽ എത്ര എണ്ണമാണ് ശ്രേയസിന്റെ പേരിലുള്ളത്? 2 എണ്ണം. റിസർവ് ബാങ്കിന്റെ പ്രോഗ്രാമബിൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക് ഏത്? ഇൻഡസ് ഇൻഡ് ബാങ്ക്. സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് നേടിയ അതോറിറ്റി? എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി. 2024 ഏപ്രിലിൽ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനമേത്? ബോയിങ് 747. ഡാറ്റ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായി മാറിയ കമ്പനി? റിലയൻസ് ജിയോ. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗയുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ന്യൂഡൽഹി. IPL ചരിത്രത്തിലെ 100 ക്യാച്ചുകളും 100 വിക്കറ്റുകളും 1000 റൺസും നേടിയ ആദ്യ താരമാര്? രവീന്ദ്ര ജഡേജ. 2020 പുരുഷ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ താരമാര്? ഉസൈൻ ബോൾട്ട്. 2024 T20 വേൾഡ് കപ്പ് വേദിയായ സ്ഥലം? വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക. 2024 ഏപ്രിലിൽ രാജിവെച്ച ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ചീഫ് ആര്? അഹ്റോൻ ഹലീവ. 2024 ഏപ്രിലിൽ രാജിവെച്ച ഹെയ്ത്തി പ്രധാനമന്ത്രിയായ വ്യക്തി? ഹേരിയൽ ഹെൻറി. ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏത്? ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. ഡൽഹിയിൽ ഗ്ലോബൽ ഇന്ത്യ എന്റർടൈൻമെന്റ് പ്രൊഡക്ഷൻ നടത്തിയ സൗന്ദര്യ മത്സരത്തിൽ മിസ് ടീൻ ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളിയാര്? ഹിത ഷാജി. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ വ്യക്തി? PS ശ്രീധരൻപിള്ള. ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ സജ്ജമാക്കിയ സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ ഏത്? മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്റ്റാർലൈനർ മനുഷ്യരുമായി നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജയാര്? സുനിത വില്യംസ്. യാത്രയിൽ സുനിത വില്യംസിനൊപ്പമുണ്ടാകുന്ന സഹസഞ്ചാരിയാര്? ബൂച്ച് വിൽമോർ. 2024 കേരള സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ജില്ല? പാലക്കാട്. 2024 ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് താരമാര്? ബിസ്മ മറൂഫ്. പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച വനിതാ താരം എന്ന നേട്ടം കൈവരിച്ചിരിക്കുന്ന താരമാര്? ബിസ്മ മറൂഫ്. വനിതാ രാജ്യാന്തര 2020 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കൈവരിച്ച ഇന്തോനേഷ്യയുടെ കൗമാര താരമാര്? റോഹ്മാലിയ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇനി പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2024 ഏപ്രിൽ 26 കേരളത്തിൽ നടന്ന ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എത്ര? 70.35%. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത്
ഒരുക്കിയ ജില്ലാ ഭരണകൂടമേത്? തിരുവനന്തപുരം. ലോകത്താദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമേത്? ചൈന. 2024 ഏപ്രിലിൽ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയതെവിടെ? കച്ച്, ഗുജറാത്ത്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണിയിലായ ഭൂപ്രദേശമേത്? ഗാസ. 2024 അമ്പെയ്ത്ത് ലോകകപ്പിന്റെ വേദിയായ സ്ഥലം? ഷാങ്ഹായ്. 2024 2020 ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ താരമാര്? യുവരാജ് സിംഗ്. ഏതെല്ലാം താരങ്ങൾക്ക് പുറമെയാണ് യുവരാജിനെയും അംബാസഡറായി തെരഞ്ഞെടുത്തത്? ക്രിസ് ഗെയിൽ, ഉസൈൻ ബോൾട്ട്. 2024 2020 ലോകകപ്പ് ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വെസ്റ്റ് ഇൻഡീസ് മുൻ താരമാര്? ക്രിസ് ഗെയിൽ. 2020 ഏറ്റവും വലിയ ചേസിംഗ് വിജയം സ്വന്തമാക്കിയ ടീം ഏത്? പഞ്ചാബ് കിങ്സ്. കൊൽക്കത്ത ഉയർത്തിയ എത്ര റൺസിന്റെ വിജയലക്ഷ്യമാണ് 8 പന്ത് ബാക്കി നിൽക്കെ പഞ്ചാബ് മറികടന്നത്? 262 റൺസ്. ഏറ്റവും കൂടുതൽ സിക്സ് പിറന്ന 2020 മത്സരം എന്ന നേട്ടം കൈവരിച്ചത്? പഞ്ചാബ് കൊൽക്കത്ത മത്സരം. എത്ര സിക്സറുകളാണ് മത്സരത്തിൽ ഇരു ടീമും അടിച്ചുകൂട്ടിയത്? 42. ലോക തൊഴിലിട സുരക്ഷ ആരോഗ്യ ദിനമായി ആചരിക്കുന്നതെന്ന്? ഏപ്രിൽ 28. 2024 ലോക തൊഴിലിട സുരക്ഷ ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? തൊഴിൽ സുരക്ഷയിലും ആരോഗ്യത്തിലും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അനന്തരഫലങ്ങൾ. 2024 ഏപ്രിലിൽ ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമേത്? ലക്സിയ വാഗമണിക. സൗദി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഡോക്യുമെന്ററി വിഭാഗത്തിന്റെ ജൂറി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാര്? VK ജോസഫ്. അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലാർ അട്രോഫി അസുഖം ബാധിച്ച 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? കേരളം. G7 രാജ്യങ്ങളുടെ 50ാമത് വാർഷിക ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത്? ഇറ്റലി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയേത്? പാലക്കാട്. 2024 തോമസ് കപ്പ് യൂബർ ചാമ്പ്യൻഷിപ്പ് വേദിയായ സ്ഥലം? ചെങ്ഡു, ചൈന. ഒരു IPL മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ താരമാര്? രോഹിത് ശർമ്മ. എത്ര റൺസാണ് ഒരു IPL മത്സരത്തിൽ രോഹിത് ശർമ്മ വഴങ്ങിയത്? 73 റൺസ്. 2024 ICC വനിതാ T20 ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങളുടെ അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ടതാര്? സനാമിർ. അന്താരാഷ്ട്ര നൃത്ത ദിനമായി ആചരിക്കുന്നതെന്ന്? ഏപ്രിൽ 29. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കുവാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച തുറമുഖമേത്? വിഴിഞ്ഞം തുറമുഖം. 2024 ഏപ്രിലിൽ ലേലം ചെയ്യപ്പെട്ട രാജരവി വർമ്മയുടെ ചിത്രമേത്? മോഹിനി. എത്ര കോടി രൂപയ്ക്കാണ് രാജരവി വർമ്മയുടെ ചിത്രം മോഹിനി ലേലത്തിൽ വിറ്റുപോയത്? 17 കോടി രൂപയ്ക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെ? ദുബായ്.
അഴിമതിക്കുറ്റം ചുമത്തി പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ കോവിഡ് വാക്സിൻ വികസിപ്പിച്ച ചൈനയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനാര്? യാങ് ഷിയാവോമിങ്. 2024 ഏപ്രിലിൽ സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമാകുന്ന നിയമം പാസാക്കിയ രാജ്യമേത്? ഇറാൻ. കാലാവസ്ഥാ വ്യതിയാനം സമുദ്രത്തിലെ ഫൈറ്റോ പ്ലാങ്ക്ടൺ വിസ്ഫോടനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പഠിക്കുവാൻ ലക്ഷ്യമിടുന്ന നാസയുടെ ഉപഗ്രഹമേത്? PACE സാറ്റലൈറ്റ്. PACEയുടെ പൂർണ്ണരൂപം പ്ലാങ്ക്ടൺ അരേസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. 2024 ഏപ്രിലിൽ ബഹിരാകാശ യാത്രികരുമായി ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക് വിക്ഷേപിക്കപ്പെട്ട ചൈനീസ് ബഹിരാകാശ പേടകമേത്? ഷെൻഷൗ 18. 2024 ഏപ്രിലിൽ പ്രളയത്തിൽ തകർന്ന ഹിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? കെനിയ. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച വ്യക്തി? ബാസിം ഗൻദാബ്ജി. ബാസിം ഗൻദാബ്ജിക്ക് പുരസ്കാരം ലഭിക്കാനിടയാക്കിയ നോവലേത്? എ മാസ്ക് ദി കളർ ഓഫ് ദി സ്കൈ. ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന 2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരനാര്? അലോക് ശുക്ല, ഛത്തീസ്ഗഡ്. 2024 T20 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള 15 അംഗ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാര്? രോഹിത് ശർമ്മ. ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ അംഗമായ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ താരമാര്? സഞ്ജു സാംസൺ. 5 വർഷത്തെ സേവന കാലാവധിക്ക് ശേഷം 2024 ഏപ്രിലിൽ വിരമിച്ച കേരള ഉപലോകായുക്തയാര്? ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം യാത്രാ വരുമാനത്തിൽ വർധനവോടെ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏത്? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. പാകിസ്ഥാന്റെ ഏകദിന T20 ക്രിക്കറ്റ് ടീമുകളുടെ പരിശീലകനായി നിയമിതനായ ദക്ഷിണാഫ്രിക്കയുടെ മുൻ താരമാര്? ഗാരി കേസ്റ്റൺ. ചൈനയിലെ ഷാങ്ഹായിൽ വേദിയായ അമ്പെയ്ത്ത് ലോകകപ്പിൽ പുരുഷന്മാരുടെ റിസർവ് ടീമിനത്തിൽ സ്വർണം നേടിയ രാജ്യമേത്? ഇന്ത്യ. ഇന്തോനേഷ്യയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ റെസിഡൻസ് കോഓർഡിനേറ്ററായി നിയമിതയായ ഇന്ത്യൻ വംശജയാര്? ഗീത സബർവാൾ. 2024 ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമേത്? അമേരിക്ക. 3400 വർഷം പഴക്കമുള്ള റാംസസ് രണ്ടാമൻ രാജാവിന്റെ പ്രതിമ കണ്ടെത്തിയ രാജ്യമേത്? ഈജിപ്ത്. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ വ്യക്തി? PS ശ്രീധരൻപിള്ള. 2024 ഏപ്രിലിൽ ഹിന്ദിയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യമേത്? കുവൈറ്റ്. 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യമേത്? റഷ്യ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.